ശത്രുക്കളെയും മിത്രങ്ങളെയും ഉണ്ടാക്കുന്ന ഗെയിം അല്ല ബിഗ് ബോസ്. ശത്രുക്കളെയും മിത്രങ്ങളെയും ഉണ്ടാക്കാനാണെങ്കിൽ വെളിയിൽ നിന്നാ പോരെ. ഇവിടെ നമ്മൾ തന്ത്രത്തിൽ വേണം നിൽക്കാൻ. എന്നോട് ആർക്കും ശത്രുത ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പം കാണും മൈൻഡിൽ ആർക്കെങ്കിലും ഒക്കെ, പക്ഷെ അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാം എന്നാണ് ഞാൻ ആലോചിക്കാറുള്ളത്. നമ്മുടെ ജിൻഡോ ഇപ്പോ അൻസിബയോട് പറഞ്ഞ വാക്കുകളാണത്. എത്ര നന്നായിട്ടാണ് ജിൻഡോ ഈ ഒരു ഗെയിമിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്ന് ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തം. ജിൻഡോയുടെ കളികൾ കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇനി അടുത്ത ആഴ്ച ജിൻഡോ മെയിൻ ആയിട്ടും കളിക്കാൻ പോകുന്നൊരു കളി റസ്മിനെതിരെയുള്ള ഒന്നാണ്. റസ്മിൻ ബായിനെ പവർ ടീമിൽ നിന്നും ഇറക്കും. റസ്മിൻ ജിൻഡോനെ ഇറക്കിയതുപോലെ എന്നിട്ട് അൻസിബയെ കയറ്റാൻ സാധ്യതയുണ്ട്. ഇനി അൻസിബ ക്യാപ്റ്റൻ ആയില്ല എങ്കിൽ ഇത് ജിൻഡോ സംസാരിക്കുന്നത് കേട്ടതെന്നുള്ള എന്റെ ഊഹം മാത്രമാണ്. എന്തായാലും മല്ലയുടെ ഗെയിം അതൊരു പൊളി പൊളിക്കും. മണ്ടൻ എന്ന് വിളിച്ചവരെ കൊണ്ട് തന്നെ ബുദ്ധിരാക്ഷസൻ എന്ന് വിളിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കാരണം അത്രയ്ക്കുള്ളതായിരുന്നു ജിൻഡോ നേരിട്ട ഒരു അവഗണന എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ജാസ്മിനെ ആ ഒരു മണൽ ടീമിൽ നടന്ന തൊഴുത്തിക്കുത്ത് നമുക്ക് അറിയാവുന്നതാണ്. ജാസ്മിനും രസ്മിനും രണ്ടുപേരും ജിൻഡോയ്ക്ക് എതിരെ നിന്ന് ജിൻഡോനെ ചവിട്ടി പുറത്താക്കുകയായിരുന്നു. എന്നിട്ട് ജാസ്മിൻ പവർ ടീമിലേക്ക് കയറുകയായിരുന്നു. അതിനുള്ള മുട്ടൻ പണി റസ്മിന് ജിൻഡോ കൊടുക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. എന്നാലും നമുക്ക് കാണാം ജിൻഡോ പവർ ടീമിൽ എന്തൊക്കെ അംഗം വെട്ട് സീനുകൾ നടത്തുമെന്നത്. ഇനി ഞാൻ വളരെയധികം ആകാംക്ഷയിലാണ് അത് കാണാൻ വേണ്ടി.